ഓം ശാന്തി. വീണ്ടും ഒരു ഡിസംബർ 21 കടന്നു വരികയാണ്. ഇന്റർനാഷണൽ മെഡിറ്റേഷൻ ഡേ, കളക്റ്റീവ് മെഡിറ്റേഷൻ ഡേ. എന്തിനു വേണ്ടിയിട്ടാണ് UN ഒരു ദിവസം മെഡിറ്റേഷൻ ഡേ ആയി പ്രഖ്യാപിച്ചത്? ആ പ്രഖ്യാപനത്തിലൂടെ നമ്മളോട് എല്ലാവരോടും കളക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യാൻ ഉള്ള ആഹ്വാനം തന്നിരിക്കണേ. നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പം ധ്യാനമൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? അതിലൂടെ നമ്മുടെ വയറ് നിറയോ? പലരും ചോദിക്കാറുണ്ട്. ധ്യാനം നമ്മുടെ എല്ലാവരുടെയും വയറ് നിറയ്ക്കുന്നതാണ്. എങ്ങനെ? ഇന്ന് എല്ലാവരുടെയും വിശപ്പ് ശാന്തിക്കാണ്, സമാധാനത്തിനാണ്, സന്തോഷത്തിനാണ്. വയറ് നിറഞ്ഞിരിക്കുന്നവർക്കും ഇല്ലാത്തത് മനസ്സമാധാനമാണ്. നമ്മൾ ഒരാളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ പോലും, ഒരു നിമിഷ നേരം, ഒരു സെക്കൻഡ് സമയത്തേക്ക് മെഡിറ്റേറ്റ് ചെയ്താലും, മെഡിറ്റേഷൻ അർത്ഥം ശുഭവിചാരം. ഏറ്റവും ശ്രേഷ്ഠമായ, ശുഭമായ, ശുദ്ധമായ വിചാരം നമ്മുടെ ഒരാളുടെ മനസ്സിൽ വരുമ്പോൾ പോലും അതുണ്ടാക്കുന്ന വൈബ്രേഷൻ മുഴുവൻ വിശ്വത്തിലേക്കാണ് ഒഴുകണേ. നമ്മൾ ഒരാൾക്ക് അന്നം കൊടുക്കുമ്പോൾ അത് ദാനമായി കൊടുക്കുകയാണെങ്കിലും, ഒരാൾക്ക് മരുന്ന് കൊടുത്താലും, ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോഴും ആ ഒരാൾക്കേ അത് ലഭിക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരാൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പീസ്ഫുൾ വൈബ്രേഷൻ, പവർഫുൾ വൈബ്രേഷൻ, പ്യുവർ വൈബ്രേഷൻ, ശാന്തിയുടെ, ശക്തിയുടെ, സന്തോഷത്തിൻ്റെ, പരിശുദ്ധിയുടെ അലകൾ ഈ മുഴുവൻ വിശ്വത്തിന് ദാനമായി ലഭിക്കുകയാണ്. അത് നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കലല്ല, പകരം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്യുവർ വൈബ്രേഷൻസ് കേവലം മാനവജാതിക്ക് മാത്രമല്ല, സർവ്വജീവജാലങ്ങൾക്കും, 5 തത്വങ്ങൾക്കും, മുഴുവൻ വിശ്വത്തില് ഈ വൈബ്രേഷൻസിന്റെ അലകള് വൈബ്രേറ്റ് ചെയ്യപ്പെടും. ആ പീസ്ഫുൾ വൈബ്രേഷൻ ഒരു റെവല്യൂഷണറി ചേഞ്ച് സമസ്ത വിശ്വത്തിലും ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികര് പണ്ടേ നമ്മളോട് പറഞ്ഞിരുന്നേ, ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മളോട് ആരോടും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല പഠിപ്പിച്ചത്. പിന്നെയോ നമ്മുടെ പ്രാർത്ഥന, ഞാൻ ധ്യാനം ചെയ്യുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ, അത് മുഴുവൻ വിശ്വത്തിനും സുഖം നൽകും, ശാന്തി നൽകും, സമാധാനം നൽകും. അതിനാൽ അനേക മനസ്സുകൾ ഹീൽ ചെയ്യപ്പെടും, സുഖശാന്തിയാൽ നിറയും, സമസ്ത വിശ്വത്തിനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതിനാൽ തീർച്ചയായും കളക്റ്റീവ് മെഡിറ്റേഷനിൽ പങ്കെടുക്കൂ. ഓം ശാന്തി.